പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിലെ പിടിവലിയിൽ കോഴിക്കോട് DCC അധ്യക്ഷൻ നടത്തിയ സ്നേഹത്തള്ളൽ വിശദീകരണത്തിനെതിരെ കെ മുരളീധരൻ. സ്നേഹത്തള്ളലായാലും സ്നേഹത്തല്ലായാലും തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യും. ചാനലിൽ മുഖം കാണിക്കാൻ തള്ളുന്നവരോട് ജനത്തിന് പരിഹാസമാണെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു. 24 എക്സ്ക്ലൂസീവ്. ഈ സ്നേഹത്തല്ലാണെങ്കിലും സ്നേഹത്തള്ളാണെങ്കിലും അത് ദോഷം തന്നെയാണ്. തല്ലലും മോശമാണ്, തള്ളലും മോശമാണ്. അത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണെങ്കിലും എന്താ പറയണ്ടത്, ദേഷ്യത്തിൻ്റെ ഭാഷയിലാണ്, രൗദ്രത്തിൻ്റെ ഭാഷയിലാണെങ്കിലും ആ തള്ളലൊന്നും ഇലക്ഷൻ ജയിക്കാൻ സഹായകരമല്ല. ആ തള്ളുന്ന നേരം കൊണ്ട് പാർട്ടിക്ക് വേണ്ടി കുറച്ച് അധ്വാനിച്ചാൽ അത്രയും വോട്ട് നമുക്ക് കിട്ടും. ഞാൻ അത്രേ പറയുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ കാര്യത്തിൽ ഒരു വിമർശനം ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഇതാദ്യമായിട്ടാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഒപ്പം ഈ സ്നേഹത്തള്ളൽ എന്നൊക്കെയുള്ള ന്യായീകരണവുമായി മറ്റ് നേതാക്കൾ വരുന്നത് നമ്മൾ കണ്ടതാണ്. എന്താണ് കെ മുരളീധരന്റെ നിലപാട് ഈ വിഷയത്തിൽ? തീർച്ചയായും പൂർണ്ണമായി അദ്ദേഹം ഈ സ്നേഹത്തള്ളലിനെ അല്ലെങ്കിൽ സ്നേഹത്തള്ളലിനെ പൂർണ്ണമായി എതിർക്കുകയാണ്. ആ സമയം പാർട്ടിക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നന്നാവുമെന്നാണ് പറയുന്നത്. ഇന്ന് തൃശ്ശൂർ പുന്നയൂർകുളത്ത് കെ കരുണാകരൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച അവാർഡ്, സ്മാരക അവാർഡ്, അത് തേറമ്പിൽ രാമകൃഷ്ണൻ നൽകിക്കൊണ്ടുള്ള ഒരു സംസാരത്തിനിടെയാണ് ഇത്തരത്തിൽ തുറന്നടിക്കുന്ന ഒരു നിലപാടുണ്ടായത്. പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന സാധാരണ പ്രവർത്തകരോടുള്ള ഒരു സംഭാഷണം എന്ന തരത്തിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ ആ കോഴിക്കോട്ടെ ആ സംഭവത്തെ പൂർണ്ണമായി തുറന്നെതിർക്കുകയാണ്. സ്നേഹത്തള്ളലായാലും സ്നേഹത്തല്ലായാലും അത് പാർട്ടിക്ക് ദോഷം ചെയ്യും. അത് ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെയാണെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ഇത് കൂടാതെ മറ്റൊന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ക്യാമറകൾക്ക് മുൻപിൽ, TV ക്യാമറകൾക്ക് മുൻപിൽ മുഖം കാണിക്കാൻ നിൽക്കുന്ന ആളുകളോട് പരിഹാസമാണ് ജനത്തിന് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. പരസ്യമായ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവും കോഴിക്കോട് DCC അധ്യക്ഷനും അടക്കം ഇത് ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഷഫി പറമ്പിലിനെയും ആ ഒരു സംഭവത്തെ ന്യായീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെയാണ് കെ മുരളീധരൻ ഒരു പരിഹാസ രൂപേണ തുറന്ന് എതിർത്തിരിക്കുന്നത്. അനുജ, അതാണ് കെ മുരളീധരന്റെ ആ വിഷയത്തിലെ നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.